സ്നേഹവും സമാധാനവും തുളുമ്പുന്ന ഗ്രാമീണ ജീവിതം അനുഭവിക്കാം. ബാംഗ്ലൂരിലെ മോഡൽ വില്ലേജ് രംഗോലി ഗാർഡൻസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇപ്പോൾ രജനഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ബാംഗ്ലൂർ ജക്കൂർ ഏരിയയിൽ. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ളൂ. ഇതാണ് എൻട്രൻസ് പോയിൻറ്റ്. ഇവിടെ കണ്ടോ, കുതിര വണ്ടിയിൽ കുറച്ച് പേര് സവാരി ചെയ്യുന്നു. റൈറ്റ് സൈഡിലാണെങ്കിലും കുറച്ച് മോഡൽസ് നമുക്ക് കാണാം. പിന്നെ നേരെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ ബാപ്പുജിയുടെ ഒരു സ്റ്റാച്യു. അതിവിടുത്തെ ആർട്സ് സെൻറ്റർ ഉണ്ട് ഇവിടെ എൻ്റെ ഉള്ളിൽ തന്നെ. അത് നമുക്ക് എൻട്രി ഒന്നുമില്ല, ആ ഏരിയയുടെയാണത്. പിന്നെ ഈ കണ്ടോ കുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത്, ഇതൊക്കെ ആക്ച്വലി ഈ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. വണ്ടി സൈക്കിൾ നമുക്ക് പേ ചെയ്ത് നമുക്ക് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് നടക്കാനൊക്കെ ഉള്ളത് കാരണം സൈക്കിൾ ഓടിച്ചൊക്കെ നമുക്ക് പോവാം. പിന്നെ കുതിര സവാരി, കുതിര വണ്ടി, അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ്സും ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതാണ് രംഗോലി ഗാർഡൻസിലെ മോഡൽ വില്ലേജിൻ്റെ എൻട്രി പോയിൻറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ അവർ നമുക്ക് കയ്യിലൊരു ബാൻഡ് തരും. നമ്മൾ പേ ചെയ്തു, നമ്മൾ ഇത്ര മണിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി എന്ന് അവർക്കൊരു പ്രൂഫ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഭയങ്കര, നമ്മളെന്താ പറയുക, നമ്മൾ പറയില്ലേ ട്രാവൽ ത്രൂ ടൈം എന്നൊക്കെ. നമ്മൾ പണ്ട് സോഷ്യൽ സ്റ്റഡീസിലും ഹിസ്റ്ററി ബുക്സിലൊക്കെ പഠിച്ചിട്ടുള്ള രീതിയിലുള്ള വില്ലേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കണ്ടിരുന്ന കുറേ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ ആൾക്കാരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ ഒരു 3D ഡെപ്പിക്ഷൻ പോലെ തന്നെയാണ്. അതും ചെറിയ എന്താ പറയുക ഡിസ്പ്ലേസ് ഒന്നുമല്ല, ചെറിയ സ്റ്റാച്യൂസോ ഒന്നുമല്ല. ഓരോ മനുഷ്യരുടെ അത്രയും തന്നെ സൈസിലാണ് അവരുണ്ടാക്കിയേക്കണേ. ഓരോ വീടുകളുടെ അത്രയും തന്നെ സൈസ്, സ്ക്വയർ ഫീറ്റ് കണക്ക് പറയുകയാണെങ്കിലും എല്ലാം അത്രയും തന്നെ സൈസിലാണ് അവരുണ്ടാക്കിയേക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ലൈക്ക് ഫീലിംഗ് നമുക്ക് കിട്ടും. നമ്മൾ ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകളുടെ ഉള്ളിൽ കൂടി കയറി ഇറങ്ങി നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ നമ്മുടെ കേരള സ്റ്റൈല് പഴയ വീടുകൾ പോലെ, വീടുകളുടെ മുഖഛായയും അപ്പിയറൻസും ഒക്കെ പഴയ നമ്മുടെ കേരളത്തിലെ വീടുകൾ പോലെയാണെങ്കിലും ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ശരി, അവരുടെ ഓരോ പോർട്രേ ചെയ്തേക്കുന്നതാണെങ്കിൽ നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. പക്ക കന്നഡിക കൾച്ചറിലെ ഗ്രാമീണ പ്രദേശങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യൻ കൾച്ചർ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ കൾച്ചർ, കാര്യം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പരിധിവരെ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയല്ലേ. ഓരോ വീടുകളും അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി പോയിൻറ്റ്സും. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, എനിക്കറിയില്ല കേരളത്തിൽ അങ്ങനെ ആയിരുന്നു, നമ്മൾ ആ ഒരു കാലഘട്ടത്തിലല്ലല്ലോ ജീവിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഞാൻ പിന്നീട് കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണെങ്കിലും ഒക്കെ അവർ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് ഈ പശു അങ്ങനെയുള്ള ആടുമാടുകളെയൊക്കെ വീടുകളുടെ ഉള്ളിലാണ് അവർ വളർത്തിയിരുന്നത്. അപ്പോൾ അതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തൊഴുത്ത് പുറത്തായിരിക്കുന്ന, പക്ഷേ ഇവിടുത്തെ ഈ മോഡൽ വില്ലേജിലെ കുറേ വീടുകൾ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഡൗട്ട് തോന്നിയത്. ചിലതിലൊക്കെ അകത്ത് പട്ടികളും ആടൊക്കെ പുറത്ത് എന്നുള്ള രീതിയിലുണ്ട്. പക്ഷെ ചില വീടുകളുടെയൊക്കെ ഉള്ളിലോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ ഈ പശുക്കളെയും വൈക്കോൽ തുറുമൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വന്നൊരു സംശയം അനുസരിച്ച് ഞാൻ പിന്നീട് ഇവിടെ ഉള്ളൊരു ലോക്കലൈറ്റിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പണ്ട് കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോഴും ബാംഗ്ലൂർ നമുക്കങ്ങനെ കാണാൻ പറ്റില്ലെങ്കിലും കർണാടകയിൽ കുറച്ച് റൂറലായിട്ടുള്ള ഏരിയാസിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ അതൊരു കൗതുകം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക്.
പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറയാമോ എന്നറിയില്ല, പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തന്നെ പറയണമല്ലോ. കുലത്തൊഴിലുകൾ അനുസരിച്ച് ഉള്ള ഡിവിഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വീടുകളും എന്താ പറയുക, അങ്ങനെയുള്ള ഓരോ കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റി. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ വീടും അവരെന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മേസൺസ് ഹട്ട് അല്ലെങ്കിൽ മിൽക്ക് മാൻസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ ജാതി അടിസ്ഥിതമായിട്ടും അല്ലാതെയും കുലത്തൊഴിലുകൾ ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലത്ത്. അപ്പോൾ ഓരോ കുലത്തൊഴിൽ ചെയ്തിരുന്ന ആൾക്കാരുടെ വീടുകളും ഓരോ രീതിയിലാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എന്താ കറവ ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരിത്തിരി എന്താ പറയുക ഡെവലപ്ഡ് അല്ലാത്ത രീതിയിൽ, എന്നാൽ സ്റ്റോൺ മെർച്ചൻ്റ് അല്ലെങ്കിൽ ക്ലോത്ത് മെർച്ചൻ്റ് അങ്ങനെയുള്ളവരുടെയൊക്കെ വീട് കുറച്ചും കൂടി പോഷായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പം ശരിക്കും എന്താ പറയുക, നമ്മൾക്കത്ര ഫെമിലിയർ അല്ലാത്ത, നമുക്ക് സുപരിചിതമല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. എന്നാൽ നമുക്ക് അത്ര സ്ട്രേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്കറിയാമായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല, നമ്മളത് കണ്ട് പരിചരിച്ചിട്ടില്ല അല്ലേ. അതിൻ്റെ ഒരു വ്യത്യാസം, അതുകൊണ്ട് നമുക്കൊരു കൗതുകം ജനറേറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ ഓരോ വീടിൻ്റെയും എക്സ്പ്ലനേഷൻ അവർ കന്നഡയിലും ഇംഗ്ലീഷിലും എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അനൗൺസ്മെൻറ്റുകളുണ്ട്, പക്ഷേ അത് കന്നഡയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് എഴുതി വച്ചേക്കുന്ന വായിക്കുമ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇൻഫർമേഷൻ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെന്താ ഒരു തൊഴുത്തിലൂടെയാണ് നടക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് പശുവിൻ്റെ ആണെങ്കിലും ആടിൻ്റെ ആണെങ്കിലും ഒക്കെ സൗണ്ട് അതുപോലെ ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ഒരു അമ്മ കൊച്ചിനെ തൊട്ടിലിട്ട് ഉറക്കുന്ന ഒരു സ്റ്റാച്യു പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞുവാവ കരയണ സൗണ്ട് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഇത് നമ്മൾ ആക്ച്വലി നോട്ടീസ് ചെയ്യാൻ കാരണം തന്നെ നമ്മളുടെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ രചനഹള്ളിയിലേക്ക് കാണിക്കുകയുണ്ടായി. അപ്പോൾ ആ രചനഹള്ളിയിലേക്ക് നമ്മൾ കാണിച്ചതിൽ ഇതിൻ്റെ സൈഡിലെ കുറച്ച് സ്റ്റാച്യൂസ് കാണിച്ചു. അപ്പം നമ്മൾ രചനഹള്ളിയിലേക്ക് കൂടെ ഇങ്ങനെ നടക്കുന്ന ടൈമിൽ ഒരു മതിലിങ്ങനെ ഒരു കാക്ക ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നി. ഈ കാക്ക അനങ്ങുന്നില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് അത് ഒറിജിനൽ കാക്കയല്ല, ഒരു മോഡലാണ് കാക്കയുടെ. അന്ന് ഇത് പണി തീർന്നിട്ടില്ല. നമ്മൾ ബാംഗ്ലൂരേക്ക് വന്ന സമയത്ത് ഇതിന് ഇനോഗ്രേഷൻ ആയിട്ടില്ല. ഫൈനൽ മെയിൻ്റനൻസ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പോഴാണ് നമുക്കത് ഭയങ്കര ലൈഫിലേക്കായിരുന്നു ആ കാക്ക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചത്. കണ്ടോ, ഈ മതിലിന് അപ്പുറത്ത് കാണുന്നത് രചനഹള്ളിയിലേക്കാണ്. ആ രചനഹള്ളിയിലേക്കും ഇതും ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പം നമ്മൾ അങ്ങനെ രചനഹള്ളിയിലേക്ക് കൂടെ നടക്കുമ്പോൾ കുറച്ചൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 200 രൂപയുടെ അടുത്ത് എന്തോ ആണ് ഒരാൾക്ക് വീക്കെൻഡ്സിൽ. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു 150 അങ്ങനെ എന്തോ. അപ്പോൾ നമ്മൾ സാവുമാനും ശ്രീജമ്മയും ബാംഗ്ലൂർ വന്ന ടൈമിൽ നമ്മൾ അവരെയും കൊണ്ടാണ് പോയത്. അപ്പം ഞാൻ, അമ്മ, അച്ഛൻ, പോളേട്ടൻ, മാമൻ, അമ്മായി, ഇത്രയും പേരാണ് ഞങ്ങൾ ഒന്നിച്ച് പോയത്. നമ്മളെക്കാളും കൂടുതൽ അച്ഛനും അമ്മായിക്കും അമ്മയ്ക്കും മാമനും ഒക്കെ അത് ഭയങ്കര എന്താ പറയുക, അവർക്കൊരു ശരിക്കും അവർ കണ്ടു വളർന്നൊരു കാലഘട്ടത്തിലേക്കും കൂടെ ഉള്ളൊരു പോക്കായിരുന്നു. നമ്മൾ കഥകളിലും ഫോട്ടോകളിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലും കണ്ടറിഞ്ഞ കാര്യങ്ങളുടെ ഒരു 3D ഡെപ്പിക്ഷൻ അവർക്ക്, പക്ഷെ അവർ കടന്നുപോയ ഒരു കാലഘട്ടത്തിൻ്റെയും കൂടെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ഓരോന്ന് ചെയ്ത് വച്ചേക്കണേ. പിന്നെ അത് കഴിഞ്ഞ് ഇത് എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോയിൻ്റ് ആണ് ഈ ബംഗാളി ഗാർഡൻസിലെ മോഡൽ വില്ലേജിൻ്റെ. അത് കഴിഞ്ഞ് ഈ ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള അവരുടെ ഫാമിങ് ഏരിയാസ്, പിന്നെ പഞ്ചായത്ത് ആൾക്കാർ കൂടി ഇരുന്ന് വിഷയങ്ങൾ സംസാരിക്കൽ, അങ്ങനെയുള്ള
വീടുകൾ എന്നുള്ള ഡെപ്പിക്ഷൻ മാറ്റിയിട്ട് കുറച്ചും കൂടെ നാട്ടുകാർ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കണ്ടോ, എന്താ കാളകളുടെയൊക്കെ ഓപ്ഷൻ എന്തോ ആണ് അവിടെ കാണിച്ചേക്കണേ. അങ്ങനെയുള്ള സംഭവങ്ങൾ, മാർക്കറ്റ്, ചന്തകൾ കണ്ടോ, അങ്ങനെയുള്ള ഏരിയകളൊക്കെ ആണ് പിന്നീട് കാണിച്ചേക്കുന്നത്. ആൾക്കാർ വില പേശി സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെയൊക്കെ കണ്ടോ, ഫാമേഴ്സ് മാർക്കറ്റ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാച്ചുകളാന്ന് പോലും നമുക്ക് തോന്നില്ല. ഇതാ ഞാൻ പറഞ്ഞ കാളകളുടെ ഓപ്ഷൻ, വിത്ത് കാളകളാന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് അവിടെ എഴുതി വെച്ചിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഏറ്റവും വില കൂടിയ കാള അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. ഒരുപാട് വിഭവസമൃദ്ധമായ ആഹാരങ്ങളൊന്നുമല്ല, എന്നാലും ഒരു കുറച്ച് അത്യാവശ്യം വിശപ്പ് മാറാനുള്ള ഫുഡുകൾ. പിന്നെ പോട്ടറി, നമുക്ക് പോട്ടറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന രീതിയിലുള്ള അതുണ്ട്. കുറച്ച് ഗെയിംസ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ആക്ച്വലി നമുക്കൊരു എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഫുഡാണെങ്കിലും കാണാനുള്ള കാഴ്ചകൾ. ഇതെന്താ ഗുസ്തി അല്ലേ? ഒരു ഗുസ്തി ടൂർണമെൻറ്റോ എന്തോ കാണിക്കുന്ന രീതിയിലുള്ള ഡെപ്പിക്ഷനാണ് ഈ ആൾക്കാരൊക്കെ കണ്ടു. ബട്ട് ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഒറ്റ പെണ്ണുങ്ങളെ കാണുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ. അതും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ കുതിര സവാരി. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരു റൗണ്ട് ഇതിൻ്റെ ചുറ്റും നമ്മളെ കൊണ്ടുപോകും. കുതിര വണ്ടിയിലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുതിരപ്പുറത്തായിട്ടാണെങ്കിലും ഒക്കെ കൊണ്ടുപോകും. പോട്ടറി ചെയ്യാനുള്ള കണ്ടവർ ചേച്ചി ഇരുന്ന് ചെയ്യുന്നുണ്ടോ. നമ്മുടെ വലിയ കോൺട്രിബ്യൂഷനൊന്നും ഇല്ല, പുള്ളിയാണ് പകുതിയിലധികം ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതും ഒരു അനുഭവമല്ലേ, നമ്മൾ ചെയ്തത് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ഒരു ചെറിയ ഹാൻഡിക്രാഫ്റ്റിൻ്റെ എക്സിബിഷൻ പോലെയുണ്ട്, അതെപ്പോഴും ഉണ്ട് അവിടെ. പിന്നെ പിള്ളേർക്ക് കണ്ടോ സ്കൂട്ടർ, കാറ്, മഡ് ബൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിള്ളേരെ പിടിച്ചിരുത്താൻ വേണ്ടി, അലമ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഉള്ള സംഭവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കിളുകൾ നമുക്ക് വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലം. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എല്ലാ പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. പിന്നെ കുറേ ഗെയിംസ് ഉണ്ടോ, റിംഗ് ദ ബോട്ടിൽ, ഇതൊക്കെ നമുക്ക് നമ്മുടെ മണപ്പുറത്തും അങ്ങനെയുള്ളിടത്തൊക്കെ കാണുന്ന പോലത്തെ ഓരോരോ പരിപാടികൾ. നമ്മളും കുറച്ചൊക്കെ ഗെയിംസൊക്കെ കളിക്കുകയൊക്കെ ഉണ്ടായി. നമുക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല, എന്നാലും ഒരു രസം അല്ലേ. എല്ലാവരും കൂടെ പോകുമ്പോഴല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സ്ഥലമുണ്ട്, ഒട്ടും കൺജഷൻ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു റിമോട്ട് ഏരിയയിലായതുകൊണ്ടാവണം ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇത് കളിച്ചായിരുന്നു കേട്ടോ, മിസ്റ്റർ ബീനിലെ ആ ഫോണടിക്കുന്ന സംഭവം അത് ചെയ്തായിരുന്നു. ആർച്ചറി ഞങ്ങൾ ചെയ്തായിരുന്നു. ഇതൊക്കെയാണ് ഓരോ ഗെയിംസും അതിൻ്റെ റേറ്റുകളും. മാമൻ എന്താ ചെയ്യണം മാമൻ?
വെർച്വൽ റിയാലിറ്റിയുടെ അത് ചെയ്തുകൊണ്ടിരിക്കുക മാമൻ. ആർച്ചറി സ്കിൽസാണ് ആക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ അതെ മാമനും പാടായിട്ടും കൂടി ഫുട്ബോൾ കളിക്കുന്നു. ഡാട്ട് എൻ്റെ കെട്ടിയൻ്റെയും അച്ഛൻ്റെയും ആർച്ചറി സ്കിൽസാണ് ആ കാണുന്നത്. അമ്മായിയുടെ ഡാറ്റ് സ്കിൽസ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എക്സിറ്റ് പോയിന്റ്. അവിടെയും കണ്ട ജല്ലിക്കെട്ട് പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നത്. അല്ല മറ്റേ കാളയോട്ടം, അതാണ് പരിപാടി. എല്ലായിടത്തും ആവശ്യത്തിന് ട്രാഷ് ബിൻസും ഒക്കെ ഉണ്ട്. തുടക്കം കൊണ്ടാണെന്ന് പറഞ്ഞാൽ വളരെ ക്ലീനുമായിരുന്നു. പറ്റുന്നവരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.